നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ കേസ്, മൂന്നാമത്തെ കേസ്, ഈ കേസുകളുമായി ബന്ധപ്പെട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിയ പ്രതികരണം, പ്രത്യേകിച്ച് രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഒരു പീഡനം, ഇപ്പോൾ രണ്ടാമത്തെ പരാതിക്കാരി പറയുന്നത് പോലെ ഒരു പീഡനം നടന്നിട്ടില്ല, താനും ഫെനിയും കൂടി ആ പരാതിക്കാരിയെ കാറിൽ ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നത്. രാഹുലിൻ്റെ പ്രതികരണം ഇപ്രകാരം: മാധ്യമങ്ങളാണ് രണ്ടാമത്തെ പരാതിക്കാരുടെ മാധ്യമങ്ങളിലൂടെയാണ് രണ്ടാമത്തെ പരാതിക്കാരിയുടെ പരാതി വരുന്നത്. ഒരു ഹോട്ടലിലേക്ക് ആ പെൺകുട്ടിയെ താനും ഫെനിയും കൂടി തട്ടിക്കൊണ്ടുപോയി എന്നാണ് രണ്ടാമത്തെ പരാതിക്കാരി പറയുന്നത്. എന്നിട്ട് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു ആദ്യത്തെ പരാതിയിൽ, അല്ലെങ്കിൽ പരാതി ഉന്നയിക്കുന്ന സമയത്ത് ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു പറഞ്ഞത്, ബലാത്സംഗം ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ KPCC പ്രസിഡന്റിന് ആ പരാതി അയക്കുമ്പോൾ ഹോട്ടൽ എന്നത് ഹോം സ്റ്റേ ആയി മാറി. അപ്പോൾ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹോട്ടൽ ഹോം സ്റ്റേ ആയി മാറി എന്ന് അത് വലിയൊരു പിഴവാണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം, ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഇന്ന ഹോട്ടലിൻ്റെ പേര് പറയണം, അപ്പോൾ കേസ് അവിടെ തീർന്നു. ആ ഹോട്ടലിൽ ഒരുമിച്ച് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദ്യം വരും. ഇല്ല എന്ന് വന്നാൽ ആ കേസ് അവിടെ കഴിയും. മറിച്ച് ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ അതിന് പേരില്ല. ഈ പേര് പറഞ്ഞിട്ടില്ല, സ്ഥലം എവിടെയാണ്, ആ ഹോം സ്റ്റേ എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പരാതിയിൽ പറയുന്നത് താനും ഫെനിയും വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി ഈ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ്. താനും ആ പെൺകുട്ടിയും ഒരുമിച്ചൊരു കാർ യാത്രയെങ്കിലും നടത്തിയിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ജീവിതത്തിൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ല. താനും അവരും കൂടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരേ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കട്ടെ. ഒരുമിച്ച് യാത്ര ചെയ്താൽ മാത്രമേ ഈ ഹോം സ്റ്റേയിൽ എത്തുകയുള്ളൂ. ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആരോപിക്കപ്പെട്ട സംഭവത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഈ ഗൂഢാലോചനയുടെ പ്രധാനപ്പെട്ട കാര്യം ടൈം ലൈനാണ്. ആദ്യമായിട്ട് ഈ ശബ്ദരേഖ പുറത്തു വരുന്നത് റിനിയുടെ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്താണ്. അതായത് MP ഗോവിന്ദന്റെ മകനുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണം ഉണ്ടാകുന്ന സമയത്താണ് ഇത് പുറത്തേക്ക് വരുന്നത്. CPM എന്ന പ്രസ്ഥാനത്തെ ആകെ ഈ ആരോപണം, അതായത് MP ഗോവിന്ദന്റെ മകനുമായി ബന്ധപ്പെട്ട കേസ്, ആ ആരോപണം ബാധിച്ചു നിൽക്കുന്ന സമയത്താണ് തനിക്ക് നേരെയുള്ള ശബ്ദരേഖകൾ പുറത്തു വരുന്നത്. വെച്ചിട്ടതുപോലെയാണ് ആരോപണം തകർന്ന് അടിഞ്ഞത്. പിന്നീട് ആരും MP ഗോവിന്ദന്റെ മകന്റെ ആരോപണം, അല്ലെങ്കിൽ ആ കേസുമായി അതിന് പുറകെ പോകാൻ ആരും തയ്യാറായില്ല. പിന്നീട് പരാതി വരുന്നത് കേരളത്തിലെ ബാർ റേറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് അടുത്ത പരാതിക്കാരി രംഗത്ത് വരുന്നത്. അതായത് ചില കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി തന്നെ കുടുക്കി എന്ന ഒരു കാര്യമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. മൂന്നാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ പ്രതികരണം: പരാതിക്കാരിയോട് ഒരു ഫ്ലാറ്റ് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകി. ആ പുറത്തുവിട്ട മെസ്സേജുകളുടെ 5 മെസ്സേജുകൾ പുറകോട്ട് വായിച്ചാൽ നിങ്ങൾക്കത് എന്താണ്, അത്തരത്തിലൊരു മെസ്സേജ്, നിങ്ങൾ കണ്ട മെസ്സേജിലേക്ക് വന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മെസ്സേജുകളുടെ പുറത്തു വന്ന മെസ്സേജുകളുടെ 5 മെസ്സേജുകൾ പുറകോട്ടും 5 മെസ്സേജുകൾ താഴോട്ടുമുള്ളത് പുറത്തുവിടാൻ കഴിയുമോ? ആ പുറത്തോട്ട് വന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അവരുടെ പരാതിയിൽ അവർ പറയുന്നത് വിവാഹ വാഗ്ദാനം എന്ന അവരുടെ ആരോപണം ഇല്ലാതായി പോകും താഴോട്ടുള്ള മെസ്സേജുകൾ പുറത്തുവിട്ടാൽ. പാലക്കാട് ഒരു വ്യക്തി ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ ഒരു ഫ്ലാറ്റിന്റെ വിശദാംശങ്ങൾ തനിക്ക് തന്നു. ഈ വിശദാംശങ്ങൾ മൂന്നാമത്തെ പരാതിക്കാരിക്ക് താൻ അയച്ചു കൊടുത്തു. അവരോട് ഇത് അന്വേഷിക്കാമോ, പൈസയുടെ കാര്യം അന്വേഷിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ എന്നോട് 2 ബെഡ്റൂം ഉള്ളത് മതിയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 മുറി വേണമെന്ന്. കാരണം ഞാൻ പണം കൊടുത്ത് വാങ്ങാൻ പോകുന്ന ഫ്ലാറ്റാണ്. അപ്പോൾ 3 മുറി വേണമെന്ന ആവശ്യം ഞാൻ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ചെരുപ്പ് വാങ്ങി തരണമെന്നും ബോഡി ലോഷൻ വാങ്ങി തരണമെന്നും പറഞ്ഞതൊക്കെ ശരിക്കും ക്രൂരമായ ആരോപണങ്ങളായിട്ടാണ് തനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ പരാതിക്കാരി ഒരു ചെരുപ്പിന്റെ ലിങ്ക് തനിക്ക് അയച്ചു തന്നിട്ട് ഇത് നിനക്ക് ചേരുമെന്ന് പറഞ്ഞു. സൗഹാർദ്ദപരമായ സംഭാഷണമായിരുന്നു അന്ന് ആ ചെരുപ്പിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടായത്. ആ സംഭാഷണം അവിടെ അവസാനിച്ചു. പക്ഷെ പിന്നീട് നീ അന്ന് അയച്ച ലിങ്ക് എനിക്കൊന്ന് അയച്ചു തരുമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവർ എനിക്ക് ആ ലിങ്ക് അയച്ചു തന്നു. ഞാൻ ആ ചെരുപ്പ് വാങ്ങുകയും ചെയ്തു. ഇത്രയും സംഭവിച്ചതിന് എന്ത് ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്? യാഥാർത്ഥ്യവുമായി എന്ത് ബന്ധമാണ് ഈ കാര്യത്തിലുള്ളത്? നമ്മൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഡിജിറ്റൽ ആണെന്ന് അവർ പറഞ്ഞിരുന്നു. അന്നത്തെ ദിവസം വരെ താൻ അവരോട് 1 രൂപയെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും മെസ്സേജ് പുറത്തുവിടാൻ അവർക്ക് സാധിക്കുമോ എന്നും രാഹുൽ മങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചു. നമുക്കറിയാം, ആദ്യത്തെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അതിന് പിന്നാലെ രണ്ടാമത്തെ പരാതിക്കാരി വരുന്നു, മൂന്നാമത്തെ പരാതിക്കാരി വരുന്നു. ഈ രണ്ടാമത്തെ സംഭവമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ KPCCക്ക് കിട്ടിയ പരാതി, അതായത് രണ്ടാമത്തെ പരാതി ആസൂത്രിതമാണെന്ന് UDF വിലയിരുത്തുന്നതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അന്ന് പ്രതികരിച്ചതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. പരാതിക്ക് പിന്നിൽ, അതായത് രണ്ടാമത്തെ പരാതിക്ക്
പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും ആ പരാതി എന്തിനാണ് തനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾക്ക് കിട്ടിയതെന്നും സണ്ണി ജോസഫ് സംശയം ഉന്നയിച്ചിരുന്നു. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് UDF എന്നും സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വലിയൊരു ജനവിധി ഉണ്ടാകുമെന്നും അന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ അന്വേഷണ ചുമതല SP G പൂങ്കുഴലി IPS-നായിരുന്നു. DYSP സജീവനായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ബാക്കി അംഗങ്ങൾ തുടർന്നിരുന്നു. അതിജീവിതയുടെ മൊഴിയെടുത്തിരുന്നു. എന്തായാലും ആ രണ്ടാമത്തെ പരാതി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. കേസിന്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായ മേൽവിലാസമില്ലാതെ ഒരു ഇമെയിൽ വഴിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ പരാതി പോലീസിന് കിട്ടിയത്. പരാതിക്കാരി മൊഴി നൽകുമോ എന്നതായിരുന്നു പോലീസിനെ കുഴപ്പിച്ചത്. ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ പോലീസ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി. പ്രത്യേക സംഘത്തെ നേരിട്ട് കണ്ട് മൊഴി നൽകുകയായിരുന്നു. അതീവ രഹസ്യമായി അതിജീവിതയുടെ വൈദ്യപരിശോധനയും പോലീസ് പൂർത്തിയാക്കിയിരുന്നു. സംസ്ഥാനത്തിന് പുറത്ത് താമസിച്ചിരുന്ന യുവതി കേസ് അന്വേഷണത്തിൽ സഹകരിക്കാനായാണ് കേരളത്തിലേക്ക് എത്തിയത്. വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയിട്ടുണ്ടെന്നും യുവതിയുടെ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. യുവതിയുടെ പരാതിയിൽ പറയുന്നതനുസരിച്ച് വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് യുവതിയുമായി രാഹുൽ അടുപ്പത്തിലായതെന്നും അതിന്റെ മറവിലാണ് ബലാത്സംഗം നടത്തിയതെന്നും യുവതിയുടെ മൊഴിപ്രകാരം യുവതിയുടെ വീട്ടിലടക്കം ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നും എന്നാൽ യുവതിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ ശേഷവും രാഹുൽ യുവതിയുടെ വീട്ടിൽ വിവാഹാലോചനയുമായി എത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ നിലപാടിൽ മാറ്റം വരികയും വിവാഹ കാര്യത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നോട്ട് പോവുകയുമായിരുന്നു എന്നായിരുന്നു രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴി. ഇതിനെ എതിർത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ വീട്ടിലെത്തുകയും അവരെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും ചെയ്തതായും രണ്ടാമത്തെ പരാതിക്കാരി പറഞ്ഞു. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനെ ഭയമാണ്. ഫെനി ഉൾപ്പെടെയുള്ള രാഹുലിന്റെ സംഘത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുമുള്ള പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് സംഭവത്തെക്കുറിച്ച് ഇതുവരെയും പരാതി നൽകാതിരുന്നതെന്നും യുവതി മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ പരാതി ഉയർന്നു വന്നതോടെയാണ് തനിക്കും അതിനുള്ള ധൈര്യം കിട്ടിയത്. പീഡനം നടന്നുവെന്ന് പറയപ്പെടുന്ന ഹോം സ്റ്റേയുടെ അടുത്തുള്ള മറ്റൊരിടത്ത് വെച്ചാണ് പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ശാസ്ത്രീയ തെളിവുകളാണ് കേസിൽ ആവശ്യമായിട്ടുണ്ടായിരുന്നത്. ഫോറൻസിക് സംഘവുമായിട്ട് പോലീസ് ഹോം സ്റ്റേയിൽ പരിശോധന നടത്തിയിരുന്നു. എന്തായാലും യുവതിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. കർണാടകയിലുള്ള യുവതിയുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തു. സുഹൃത്തിന്റെ സഹായത്തോടെയാണ് യുവതി KPCCക്ക് പരാതി നൽകിയത്. പരാതിക്കാരി മൊഴിയിൽ ഉറച്ചു നിന്ന് രാഹുലിനത് കുരുക്ക് മുറുകുകയുള്ളായിരുന്നു. എന്തായാലും പരാതിക്കാരി മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു. രണ്ടാമത്തെ ബലാത്സംഗ കേസിന്റെ FIR പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രാഹുൽ സ്ത്രീകളെ നിരന്തരം ശല്യം ചെയ്യുന്ന വ്യക്തിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. എന്തായാലും രണ്ടാമത്തെ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ അങ്ങനെ ഒരു ബലാത്സംഗം നടന്നിട്ടില്ല, താനും ആ പെൺകുട്ടിയും ഫെനിയും ഒരിക്കലും ഒരു കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യുകയോ ഹോം സ്റ്റേയിൽ എത്തുകയോ ബലാത്സംഗം നടക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് രാഹുലിന്റെ വാദം. എന്തായാലും കേസ് മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.